അങ്ങനെ പിന്നെ രാവിലെ നോക്കിയപ്പോൾ ചായക്ക് ഇഡലി അതും കഴിച്ച് നമ്മൾ ചാലക്കുടിക്ക് തെണ്ടാൻ ഇറങ്ങി. ഞാനുണ്ട് എൻ്റെ കൂട്ടുകാരി ഉണ്ട്, അവളുടെ വേറൊരു കൂട്ടുകാരിയിട്ടാണ്. എന്തെങ്കിലുമൊക്കെ മേടിക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ചാലക്കുടിക്ക് വന്നത്. എം സ്റ്റൈൽ എന്ന് പറഞ്ഞ കട. ആദ്യം ഒന്നും നോക്കണ്ട അതിൽ കയറി ചെന്നു. കളക്ഷൻസ് ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറേ തിരഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റിയ സാധനങ്ങളൊന്നും അവിടെ ഇല്ലാന്ന്. അങ്ങനെ പിന്നെ അവരോടൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി. നേരെ ചെന്ന് നോക്കിയപ്പോൾ ഒരു ചെരുപ്പ് കട, അവിടെയും കയറി നോക്കി. എനിക്ക് പറ്റിയതാണെങ്കിൽ അവിടെയും ഇല്ല. ഇവർ നോക്കണ്ട, ഇവർക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഒക്കെ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അത് കഴിഞ്ഞ് നേരെ കയറി ചെന്ന് ഹോളിവുഡ് എന്നുള്ള കടയിലേക്കാട്ടോ. അലീന പറഞ്ഞ നല്ല കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറിയത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട് നമ്മൾ 2 സാധനം എടുത്ത് ഇറങ്ങിയിട്ടാ. മഴയാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ ഒടുക്കത്തെ വെയിലായി പോയി. അതാണ് ഞാനൊക്കെ തലയിൽ കവറൊക്കെ പിടിച്ച് നടക്കണേ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്ന് ഹോട്ടൽ വീനസ് എന്നുള്ള കടയിൽ. അവിടെ തൂണ് സൂപ്പറാന്ന് പറഞ്ഞിട്ടാണ് അലീന നമ്മൾ അവിടെ കൊണ്ടുപോയിട്ടാ. എന്നിട്ട് നമ്മൾ 2 പ്ലേറ്റ് വാങ്ങിച്ചുള്ളൂ. എൻ്റെ കൈക്ക് വയ്യാത്ത തന്നെ എൻ്റെ സ്നേഹനിധിയായ എൻ്റെ കൂട്ടിയായിട്ട് എനിക്ക് വാരിത്തരാണ് ഗൈസ്. എനിക്ക് വാരിത്തരുന്നത് നോക്കി ഒന്ന് ചിരിച്ചോണ്ടിരിക്കുകയാണ് അലീന. അങ്ങനെ പിന്നെ അതേ അടുത്ത ചെരുപ്പടയും കയറിയിട്ട് അങ്ങനെ ഫൈനലി എനിക്കൊരു ചെരുപ്പ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതും മേടിച്ചതേ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ബസ്സും കയറി. വീട്ടിൻ്റെ അടുത്ത് ബസ് സ്റ്റോപ്പ് ഇറങ്ങിയപ്പോൾ ഒടുക്കത്തെ മഴ. നേരത്തെ എന്തിട്ടായിരുന്നു വെയിൽ, ഇപ്പോൾ ഒടുക്കത്തെ മഴ. ആ മഴയത്ത് ഒറ്റയ്ക്ക് നിൽക്കണം പാവം പശു. കുറച്ച് മഴ പെയ്തുള്ളൂ, അപ്പോഴേക്ക് റോഡൊക്കെ അതേ വെള്ളം കൊണ്ട് നിറഞ്ഞു. ഞാൻ നോക്കി കവറും കോട്ടയും ഫോണൊക്കെ ആയിട്ട് ഞാൻ പിടിച്ച് നടക്കലായി. വെള്ളമൊക്കെ നല്ല ശക്തിയിൽ ഒഴുകണം. എവിടെ വെള്ളം കണ്ടല്ലോ അവിടെ കൊണ്ട് കാല് വയ്ക്കണം, എന്നാലും മനസ്സിനൊക്കെ ഒരു സുഖം കിട്ടുള്ളൂ. അങ്ങനെ പിന്നെ വീടെത്തിയപ്പോൾ കുറച്ച് നേരം ഉറങ്ങാന്ന് വെച്ചപ്പോൾ പുറത്ത് നോക്കിയപ്പോൾ ഒടുക്കത്തെ മഴ. അങ്ങനെ കുറച്ച് നേരം അതും കണ്ട് ഉറക്കം തൂങ്ങി അങ്ങനെ ഇരിക്കലായി. അങ്ങനെ പിന്നെ വൈകുന്നേരം ഒരു ചായ കൂടി പാസ്സാക്കി കഴിഞ്ഞ് കയ്യുമ്പോൾ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. സാധനം പൊളിച്ചോണ്ടിരിക്കണേ, സാധനം ഒട്ടി പിടിച്ചേ പറിച്ചിട്ടും കിട്ടണില്ല. അങ്ങനെ കുറെ വേദനയ്ക്ക് ശേഷം സാധനം പൊളിച്ച് കഴിഞ്ഞ് ഒരു കുളിയൊക്കെ പാസ്സായി കഴിഞ്ഞപ്പോൾ രാത്രിയിലത്തെ ചോറുണ്ടു. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ ബൈ.